എന്തൊരു ശുഭവാർത്തയായി കേൾക്കുന്നേ. ആദിത്യപുരത്തുനിന്ന് വീണ്ടും ഒരു മരുമകൾ വരുന്നു. അതിൽ പരം എന്ത് സന്തോഷം വേണം. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ നാട് തന്നെയാണല്ലോ ഇനി അമ്മായിമ്മയുടെ നാട്. നാളെ തന്നെ ഞാൻ പുറപ്പെടുകയാണ് മുത്തച്ഛ. രാമജയന്തിയുടെ അന്ന് തന്നെയാണ് കല്യാണം. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവന്റെ ആഗ്രഹങ്ങളാണെന്ന് പറഞ്ഞ മഹാനുഭാവൻ. അങ്ങനെയുള്ള ഒരാളിനെ കാണണമെന്ന് വിചാരിക്കുന്നത് തന്നെ ഒരാഗ്രഹമല്ലേ? ഭഗവാന് തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹമുള്ളപ്പോ സാമാന്യനായ എനിക്കും ആഗ്രഹിച്ചുകൂടെ? സാറേ, എൻ്റെ പേര് ഭിക്ഷാപതി, എൻ്റെ അച്ഛൻ്റെ പേര് ഉമാപതി, കേന്ദ്ര വനിതാ ക്ഷേമ വകുപ്പ് മന്ത്രി. ശരിക്ക് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മകളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഐ ആം ഇൻ ലവ്. പെണ്ണിന്റെ അച്ഛനമ്മമാരെ കണ്ട് സംസാരിക്കാമെന്ന് കരുതി വന്നതാ. ക്ഷമിക്കണം, എൻ്റെ മോളുടെ വിവാഹ നിശ്ചയം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. എനിക്കൊരു അഭിപ്രായമുണ്ട്. ആത്യന്തികമായ സ്ത്രീകൾ അവർക്കുള്ള സ്ത്രീധന തുക സ്വന്തം അധ്വാനത്തിൽ നിന്ന് തന്നെ സമ്പാദിക്കുന്നത് ഒരഭികാമ്യമായ കാര്യമാണെന്ന്. വിക്കി, എന്താ ഇത്? ധനവും ഏത് മനുഷ്യനും ആവശ്യമായ ഇന്ധനം. ഞാൻ നിങ്ങളുടെ മകളെ ജീവിതകാലം മുഴുവൻ പ്രേമിക്കുന്നില്ല, കേവലം ഒരേ ഒരു തവണ മാത്രം. അതിനാണ് ഈ 1 കോടി രൂപ. അത് കഴിഞ്ഞ് നിങ്ങളുടെ മകളുടെ കല്യാണം അടിപൊളിയായിട്ട് നടത്തിക്കോ. എഴുന്നേക്കാനാ പറഞ്ഞത്. വിവാഹം ഉറപ്പിച്ച പെണ്ണിനോടാണോ നീ ഇതൊക്കെ പറയുന്നത്? നീ മനുഷ്യകുലത്തിൽ പിറന്നവനാണോ? നീ ആളൊരു തീപ്പൊരിയാണല്ലോ. നിന്റെ വിവാഹം കഴിഞ്ഞതല്ലേ, എന്നാലും നീ കൂടെ പോരും. ഏറെ പോയാൽ നിനക്കൊരു 50 ലക്ഷം യൂസ്ഡ് പ്രോപ്പർട്ടി അല്ലേ? എന്താടി കാമാതുരൻ ഞാൻ ന ഭയം ന ലജ്ജ രതിക്രീഡ തനുശാന്തി. അത് ഒരു രാത്രിക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചുരുക്കത്തില് നിങ്ങൾ അമ്മപെങ്ങന്മാരെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നവനാണെന്നും എനിക്ക് മനസ്സിലായി. തെറ്റാണത്. ആദ്യം ഈ കാശ് തിരിച്ചെടുത്തിട്ട് അമ്മയും പെങ്ങളെയും തിരിച്ച് വീട്ടിലേക്ക് പോകുക. എന്ത് പറഞ്ഞോ താൻ? എന്റെ മോളെ കുറിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടിയാതെ ചെരുപ്പ് ഊരി അടിക്കോടെ പരിയാടി മോനെ. ഇറങ്ങണ പുറത്ത്. വിക്കി, ആ ഫാക്ടറി ഇവിടെ വരണമെങ്കിൽ ഇവളെന്റെ ബെഡ്റൂമിൽ വരണം. പിടിച്ചോണ്ട് വാഴവിടെ. കുട്ടികളെ കൂട്ടി വന്ന് മാനമായി ജീവിക്കുന്നവരുടെ വീട്ടിൽ കയറി തെണ്ടിത്തരം കാണിക്കുന്നോടാ. നിന്നോടൊക്കെ ചോദിക്കാൻ ഞങ്ങൾക്ക് ഒരു ആട്ടരയില്ലാതെ പോയതിന്റെ അഹങ്കാരമല്ലേടാ ഇത്? നീ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും ഈ മണ്ണി വെച്ച് തന്നെ.
ഞാൻ വരച്ചിട്ടിരിക്കുന്ന ഈ വര കണ്ടല്ലോ, നട്ടെല്ലിനുറപ്പുള്ള ആണുങ്ങൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മറികടന്ന് മുന്നോട്ട് പാടാ. എന്താ ഇല്ലടാ? ഓടിച്ചു കയറാവുന്ന നെഞ്ചിലേക്ക്. ആരടാ നീ ചൂലേ? അമ്മുവിന്റെ ഭാവി വരൻ, അവളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വന്നവൻ. ആ, കല്യാണം തീരുമാനിച്ചെന്നറിഞ്ഞു. അത് നീയായിട്ടാണല്ലേ? നിന്റെ ഇൻലോസിന് നല്ല ഓഫർ കൊടുത്തു, അവര് സമ്മതിച്ചില്ല. ഇപ്പൊ നിനക്കും അതേ ഓഫർ, അതേ എമൗണ്ട്, കോടി രൂപയാണ്. വിവാഹം നീ കഴിച്ചോ? മധുവിധം എനിക്ക് വിട്ടേ. നീ തരുന്നതിന്റെ 10 മടങ്ങ് അധികം തരാം. ആദിത്യപുരത്ത് വന്ന ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഞാൻ ആണല്ല എന്ന് പ്രഖ്യാപിക്കണം. നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ നിന്നെ കുറിച്ച് അങ്ങനെ അറിയാം. നീ 10 കോടി തരുമെന്നോ? ആരാടാ നീ? അന്നപൂർണയുടെ ഏറ്റവും ഇളയ മകൻ കേണൽ രാജരാജവർമ്മയുടെ പേരക്കുട്ടി. ആദിത്യപുരത്ത് അദ്ദേഹത്തിനുള്ള സ്വത്തിന്റെ ഏക അവകാശം. അണ്ണാ, ഇവരെ കൊന്ന പെണ്ണ് നിങ്ങൾക്ക്, ഈ നിലം എനിക്ക്. നിന്നെ എങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൊല്ലുവടാ. ഈ സ്റ്റേറ്റിലെ ഏറ്റവും കൂടുതൽ കൊല നടത്തിയ റെക്കോർഡ് എനിക്കാണ്. എന്താടാ ഈ റെക്കോർഡ് എന്ന് പറഞ്ഞ് ജപിച്ചോണ്ടിരിക്കുന്നത്? നിക്കറിട്ട് നടക്കുന്ന പ്രായത്തിൽ തന്നെ റെക്കോർഡ് സൃഷ്ടിച്ച് പോക്കറ്റിലിട്ടവനാണ്. നിനക്ക് കൊല്ലുന്നതിന് സ്റ്റേറ്റ് റെക്കോർഡാണെങ്കിൽ എനിക്ക് തല വെട്ടുന്നതിന് വേൾഡ് റെക്കോർഡാടാ. അമ്മയാണ് സത്യം. പോക്കോ, വെറുതെ മരണം എരന്ന് വാങ്ങാൻ നിൽക്കണ്ട. പോ. ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ടമ്മോ. ചെരുപ്പൂരി അടിക്ക്, അവന്റെ ചെപ്പക്കിട്ട്. നീ എന്റെ മോനാണോടാ? 200 ഏക്കർ നിലം, 2000 കോടിയുടെ ഫാക്ടറി, ലഡു പോലെ കയ്യിൽ വെച്ച് തന്നില്ലടാ ഞാൻ. ഒരു നൈറ്റിന് വേണ്ടി ഒരു പെണ്ണിനെ കൊടുക്കാൻ കഴിഞ്ഞില്ലേ? ഭിക്ഷാവതി, അവളെ പിടിച്ച് നിന്റെ ഡൽഹി ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേരാൻ ഞാൻ. ഒരു രാത്രി മാത്രമല്ല, നിന്റെ ആശ തീരും വരെ അനുഭവിച്ചോ നീ? ഈ അപമാനത്തിന് ശേഷം എനിക്ക് വേണ്ടത് അവളെയല്ല, അവളുടെ പ്രാണനാണ്. ഈ വാശിയാണ് വേണ്ടത്. എവിടെയാടാ അവൾ? രാജരാജവർമ്മയുടെ വീട്ടിലുണ്ട്. വിക്കി, നീ ഇവിടെ നിൽക്കുന്ന സേഫ്റ്റി അല്ല, ഡൽഹിക്ക് പോയിക്കോ. ഇപ്പോഴാണ് നിന്റെ അച്ഛൻ എനിക്ക് ഫോൺ ചെയ്തത്. എന്നെ അവഹേളിച്ച പെണ്ണോ, എന്നെ വെല്ലുവിളിച്ച ആണോ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല.